which affects living beings. Which affects living beings. ഈ പൊല്യൂഷൻ എത്ര ടൈപ്സ് ഉണ്ടെന്ന് അറിയാമോ? എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. എത്ര ടൈപ്സ് ഉണ്ട് പൊല്യൂഷന്? 4 ടൈപ്സ്. Air pollution. So air pollution എന്താ? വായുമലിനീകരണം. Okay. So air pollution എന്ന് വെച്ചാൽ അത് നമ്മുടെ living beings-നെ അല്ലെങ്കിൽ എയറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ അതെങ്ങനെയാണ് പ്രോസസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? സ്മോക്സ് ഉണ്ടാകും, വെഹിക്കിൾസിൽ സ്മോക്സ് വരും, പിന്നെ ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്, അങ്ങനെയാണ് എയർ പൊല്യൂഷൻ ഉണ്ടാകും. മനസ്സിലായോ? അടുത്ത എയർ പൊല്യൂഷനാണ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീഗ്രഡേഷൻ ഓഫ് സോയിൽ ക്വാളിറ്റി. നമ്മളിപ്പോൾ ഫാമിംഗ് ചെയ്യുമ്പോഴായാലും നമ്മൾ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് കാരണം സോയിലിൻ്റെ ക്വാളിറ്റീസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അടുത്ത പൊല്യൂഷനാണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്താണ്? അപ്പോൾ വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇൻഡസ്ട്രീസ് തന്നെ വേസ്റ്റ് ഫ്ലോ ചെയ്യുന്നതായത്, നമ്മുടെ റിലീജിയസ് ആയിട്ട് റിവേഴ്സിൽ കണ്ടാമിനേറ്റ് ചെയ്യുന്ന വേസ്റ്റിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഏത് പൊല്യൂഷനാണ്? നോയിസ് പൊല്യൂഷൻ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞില്ലേ ട്രാഫിക്കിലൂടെ നോയിസ് പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ട്രാഫിക്കിലൂടെ വെച്ച് നമ്മൾ ഹോൺ അടിക്കുമ്പോഴായാലും, പിന്നെ റിലീജിയസ് പരമായിട്ട് ലൗഡ് സ്പീക്കേഴ്സ് വെക്കുമ്പോഴായാലും ഒക്കെ നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഓരോ ഇൻഡിവിജ്വലിനായാലും ലിവിങ് ബീങ്സിനായാലും അത് ഡിസ്റ്റർബൻസ് ആണ് നോയിസ് പൊല്യൂഷൻ. അതുകൊണ്ടാണ് അത് നോയിസ് പൊല്യൂഷൻ. എല്ലാം മനസ്സിലായിരുന്നോ? ഏതൊക്കെ പൊല്യൂഷൻ ആണെന്ന് പഠിച്ചാലില്ല? ഞാൻ ഇല്ലാത്തോണ്ട് ചാർജ് ഇല്ല. വേറെ ആരെങ്കിലും 20%. പിന്നെ രണ്ടാമത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടെല്ലാം ബ്ലാക്ക് ബോർഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ അവിടെ എഴുതിയിട്ട് ഒന്നുകിൽ മുകളോട്ട് നോക്കി എഴുതിയിട്ട് താഴെ അത് വരികയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ അവിടെ എഴുതിയിട്ട് ഇപ്പോഴത്തെ അത് വരികയായിരുന്നു. അല്ലേ? ഇത് ആ പോയപ്പോഴാണ് ആലോചിക്കുന്നത് എവിടെയായിരുന്നു എഴുതാൻ സ്ഥലം. എൻ്റെ ഫോൺ നല്ല ക്ലാരിറ്റി പക്ഷെ ബാഗ് കിടക്കണം. ഡെഫിനിഷൻ ഇടയിൽ വന്നിട്ടുള്ളത്.
നമ്മൾ ബാക്ക്വേർഡ് വർക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് വരുന്നുണ്ട്, ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ കൊണ്ടുപോയിരിക്കില്ല. എക്സ്പ്ലെയിനിങ് ബോഡിയും കൂടെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പറയണം. ഇവരാരും ഒന്നും ചെയ്യത്തില്ല. രണ്ടാമത്തെ പറയാൻ വേണ്ടി മിണ്ടാതിരുന്നു, ഞാൻ എന്റെ പറഞ്ഞതാണ്.